ഞങ്ങളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് രാവണീശ്വരമാണ്. ഒരു വലിയ അതിഥിയെ തന്നെയാണ് എനിക്ക് പരിചയപ്പെടാനുള്ളത്. പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആശാലത ടീച്ചറാണ്. ടീച്ചറെ നമസ്കാരം. 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 ഞാൻ ഈ പറയുന്നത് വലിയ ആരാധന എന്റെ മനസ്സിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ടീച്ചർക്ക് ജന്മനാ തന്നെ കാഴ്ചക്ക് നല്ല കുറവുണ്ട് അല്ലെ? അതെ അതെ. പക്ഷെ എങ്ങനെയാണിത് സാധിക്കുന്നതെന്ന് നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. വീട്ടിലെ പണിയാണെങ്കിലും കുട്ടികളെ സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം എങ്ങനെയാണിത് സാധിക്കുന്നത്? ഇതിന്റെ പിറകിലത്തെ ഒരു മാജിക് എന്താണ്? പിറകിലും മാജിക് അല്ല, എഫേർട്ടാണ്. നമ്മളതിനെ കുറെ കാലം കഴിയുമ്പോ മാജിക് എന്നെല്ലാം പറയാ. അതിനെ നമുക്ക് ആലങ്കാരികമായിട്ട് കാവ്യാത്മകമായിട്ടെല്ലാം പറയാന്നേ ഉള്ളൂ. പക്ഷെ അവിടത്തേക്ക് നമ്മള് ആ ഒരു ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്നെ പോലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടില്ല. ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്. പിന്നെ പക്ഷെ ഇപ്പൊ കുറച്ച് മുമ്പ് ഇങ്ങനെ കുറച്ച് ലൈറ്റ് കാണാൻ, അങ്ങനെ ഒരു ഫിഗർ കാണൂല, പക്ഷെ ഒരു ഷാഡോ പോലെ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് ഒന്നുമില്ല. അപ്പോ പിന്നെ എന്നെ പോലുള്ള ഒരുപാട് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകള്, എനിക്കറിയുന്ന ആളുകൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അതുപോലെ ആക്സസിബിൾ ആവണമെന്നില്ലല്ലോ. എനിക്കിപ്പോ സപ്പോർട്ട് കിട്ടുന്ന പോലെ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അത്രേ ഉള്ളൂ. അതെ, ഈ 3-4 വർഷമായിട്ട് ടീച്ചർ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് അപ്പൊ നമ്മുടെ ഈ നാട്ടിലാണ് പലാക്കത്തി അല്ലെ? അതെ. അത് പുറത്തെല്ലായിരിക്കും അത്ര പരിചയമല്ല. പക്ഷെ അതിലൊക്കെ ഭയങ്കര സ്പീഡിലാണ് ടീച്ചർ മുറിക്കുന്നതും ജോലികൾ ചെയ്യുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ഭയങ്കര സ്പീഡിൽ തന്നെയാണ്. അല്ല, അതെ, ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞാല് ആ സാധനം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാന്ന്. എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം ഇല്ലെങ്കിൽ എനിക്ക് ചക്കയിൽ ഇത്ര സ്പീഡിൽ മുറിക്കാനോ ഒന്നും ആവൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ സാധാരണ കത്തി കൊണ്ട് പിന്നെ ഈ തെക്കൻ ജില്ലയിലുള്ള വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയാ. ഞാനിപ്പോ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണവും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ളത് തന്നെ ഞാൻ സ്വയം ഇൻക്ലൂസീവ് ആക്കുന്നതാണ്. അല്ലാതെ അത് ബ്ലൈൻഡിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനവും ഇപ്പൊ പിന്നെയും വരുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കങ്ങനെ, ഞാൻ വളർന്നു വരുന്ന സാഹചര്യം മുതലേ അങ്ങനെ ഇല്ല. അതുകൊണ്ട് അതെല്ലാം അഡാപ്റ്റ് ചെയ്യണം. ആ ഒരു സാഹചര്യമായിട്ടുള്ള എനിക്ക് അതിജീവിക്കണമെങ്കിൽ അതിനോടെല്ലാം പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഈ ചക്ക മുറിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഈ പറയുന്ന പോലെ ഒരു കുറവും ഇല്ലാത്ത ആളുകളും ഒന്നും ചക്ക മുറിക്കലൊക്കെ ഒരു പണിയാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. ടീച്ചർക്ക് ആകുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ നന്നായി പഠിച്ചിരുന്നു, പെട്ടെന്ന് ടീച്ചറായി. അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ അടുക്കളപ്പണി അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അടുക്കളപ്പണിയൊക്കെ ഇത്ര സ്പീഡിൽ ഇത്ര കാര്യമായിട്ട് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? അതിനോട് സാഹചര്യം എന്തായിരുന്നു? പഠിച്ചെടുത്തത് എന്ന് പറഞ്ഞാല് അത് ഈ എന്താണ്, സ്ത്രീ അതായത് ഞാനൊരു വിഷ്വലി ഇമ്പയർഡ് ആണ്, പോരാതെ ഒരു സ്ത്രീയുമാണ്. അപ്പോ ഇരട്ട പരിമിതിയാണ് ഇവിടെ വരുന്നത്. ഇരട്ട വൈകല്യം എന്ന സമൂഹം കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണത്. ഇപ്പോഴല്ലെങ്കിലും അന്ന് പിന്നെ എന്താണ്, പ്രത്യേകിച്ച് ആളുകൾക്ക് കല്യാണമാണ് മെയിൻ വിഷയം. ഏത് വരുമ്പോഴും കല്യാണം എന്ന് പറയുമ്പോഴും എന്താണ്, വേറൊന്നുമല്ല, ഓന് ചോറ് വെച്ച് കൊടുക്കാൻ പറ്റുമോ, ചായ വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് ആളുകൾ മെയിൻ ആയിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം. അതാണ് എനിക്കൊന്ന് വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകള് ഇപ്പോഴും സ്ത്രീകൾ കല്യാണം കഴിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും വരുന്നുണ്ട്. സാധാരണ ഒരു പെൺകുട്ടിക്ക് വരുന്നില്ല അത്. പക്ഷെ ഒരു കാഴ്ച ഇല്ലാത്ത ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോഴും എനിക്കൊന്ന് അടുക്കള പണിയെല്ലാം അറിയോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറെ വർഷം മുമ്പ് ഇല്ല, ഞാൻ 95 കല്യാണം കഴിക്കുമ്പോഴേ പിന്നെ ആ ഒരു ചോദ്യം കൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. സമൂഹത്തിൽ നിന്നുള്ള ഒരു ചോദ്യം അങ്ങനെയാണ്, അവന് എന്താ വെച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള. അപ്പൊ ഞാൻ ഒരു മാതൃക ഭാര്യയാവണം, മാതൃക അമ്മയാവണം. അപ്പൊ അതിനുവേണ്ടി എനിക്ക് അടുക്കളപ്പണി പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചതാണ്. ചെയ്തു നോക്കുമ്പോ അത് വലിയ ബുദ്ധിമുട്ടില്ല, അത്രേ ഉള്ളൂ. അതെ, ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ശരിക്കും ടീച്ചർക്ക് ചിറക് മുളച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ അത്ര വലിയൊരു സപ്പോർട്ടാണ് അല്ലേ? അതെ അതെ. ഉണ്ണിയേട്ടനെ കണ്ടുമുട്ടിയത്, കല്യാണത്തിലേക്ക് വന്നത്, അതൊക്കെ എങ്ങനെയാ ശരിക്കും? ഉണ്ണിയേട്ടനെ കണ്ടുമുട്ടിയത്, ഉണ്ണിയേട്ടനെ മച്ചിനെ അത് ചെറുപ്പത്തിലേ അറിയാം. പിന്നെ ഞങ്ങള് ഇഷ്ടപ്പെട്ടു, വീട്ടില് പറഞ്ഞു, ഓക്കെ പറഞ്ഞു.
ഇത്രയും കാലം ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. അങ്ങനെ നമ്മളിപ്പോ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം. ഇപ്പൊ നടന്നു പോ ഇപ്പൊ എവിടെയും പോകുമ്പോ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ എല്ലാം കൊണ്ടു തൊട്ടേ കാണിച്ചു തരൂല്ലേ, ആ ഒരു ഫീൽ ചെയ്ത് തരും. ആള് കാണുന്നതൊക്കെ ടീച്ചർക്കും അനുഭവവേദ്യമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അത്രയും ജിജ്ഞാസയോടെ തന്നെ ടീച്ചറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഉണ്ണിയേട്ടൻ എനിക്ക് തോന്നാറുണ്ട് ഓരോ നിമിഷവും. അതെ, അതെനിക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയാം. ഏത് ഒരു പുതിയ കാര്യം ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഒരു പുതിയൊരു കാര്യം എനിക്കത് അറിയാൻ പണ്ട് മുതലേ അങ്ങനെയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊരു ഇതുണ്ട്. അത് വീട്ടിലെല്ലാവർക്കും അറിയാതെ എനിക്കങ്ങനെ ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അതിലെല്ലാം. അങ്ങനെയാണത്. 3 ആൺകുഞ്ഞുങ്ങളാണ്. അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളും? അവര് ഇപ്പൊ വീഡിയോന്റെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും അതെല്ലാം അവരെന്നെയാണ് ചെയ്യുന്നത്. കമന്റ് വായിക്കുന്നത്, കമന്റ് റിപ്ലൈ കൊടുക്കുന്നത്, അത് അത്രയല്ലേ ഞാൻ അതിൽ ചെയ്യുന്നുള്ളൂ ശരിക്കും. ബാക്കിയെല്ലാം അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ബാക്കി കാര്യമെല്ലാം അവര് ചെയ്യുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലോട്ട് വരില്ല, മുന്നോട്ട് വരൂല, അത് മുന്നിൽ വരില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ആവുമ്പോ സാരി അതുപോലെ അല്ലെങ്കിൽ ഏത് ഡ്രസ്സും അതിനനുസരിച്ച വള, കമ്മല്, മാല, ഇതൊക്കെ ടീച്ചർ എപ്പോഴും മാച്ചിങ് ആണ്, അല്ലെങ്കിൽ അത് അത്രയും ഭംഗിയായിട്ട് ടിപ് ടോപ്പ് ആയിട്ട് ചെയ്ത് നടക്കുന്ന ആളാണ്. അതിനോട് ഇഷ്ടമുണ്ട്. അതിന് ഒരുപാട് പരിമിതി ഉണ്ടെങ്കിലും അത് എങ്ങനെയാണ് മറികടക്കുന്നത്? അതും ഈ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് തന്നെ. സാരി ഞാൻ TTCക്ക് പോകുന്ന സമയത്ത് നിർബന്ധമാണ് സാരി ടീച്ചേഴ്സിന്. TTCക്ക് പോകുമ്പോഴും അതെ, B.Ed ആണെങ്കിലും പിന്നെ നമ്മളെ ഈ എന്താ ടീച്ചിങ് ആണെങ്കിലും എല്ലാം ഇത് പിന്നെ ഞാൻ 18 വയസ്സിൽ സാരി ഉടുത്തു. 17 വയസ്സ് കഴിയുമ്പോഴേ സാരി ഉടുത്തു. കാരണം അത് അന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ വന്നു. പിന്നെ പിന്നെ ആകുമ്പോ ആളുകൾ ഇങ്ങനെ അമ്മ നല്ല സൗന്ദര്യ ആരാധികയാണ്. അമ്മക്ക് ഇതെല്ലാം ഈ ഫാഷനും ഇതെല്ലാം നല്ല ഇഷ്ടമാണ്. എണ്ണം കുറവാണെങ്കിലും അത് ക്വാളിറ്റിയിലേ വാങ്ങുള്ളൂ മൂപ്പര് പണ്ട് മുതലേ. പണ്ട് അമ്മ വാങ്ങുന്ന സമയത്ത് സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും അമ്മ അങ്ങനെ ഇതാക്കുള്ളൂ. പക്ഷെ പിന്നെ അപ്പൊ അമ്മേന്റെ ഇത് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഉണ്ണിയേട്ടനും ഇതിലെല്ലാം താല്പര്യമുണ്ട്. അപ്പൊ സാരി ഉടുക്കാനെല്ലാം ഇഷ്ടം. ഞാൻ ചുരിദാർ എന്ന് പറഞ്ഞാലും പറയും, മൂപ്പർ പറയും സാരി മതി എന്ന് പറയും. പിന്നെ മക്കളാണെങ്കിലും പിന്നെ അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാം ഒരുപാട് ഈ കാര്യത്തിൽ എനിക്ക് സപ്പോർട്ടാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇതിൽ താല്പര്യമുണ്ട്. എന്റെ മനസ്സിൽ ചില ധാരണകൾ, സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് ഉണ്ടാവുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒറ്റക്ക് ഉണ്ടാവൂല. അതൊരിക്കലും നമ്മളെ ചുറ്റുമുള്ളടത്തുനിന്ന് അവരിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഞാനിപ്പോ ഒരു സ്റ്റഫ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൗസിന്റെ ഷേപ്പ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചുരിദാറിന്റെ ഷേപ്പ് അത്ര മാത്രമേ എനിക്ക് സൗന്ദര്യബോധമുള്ളൂ. പൊട്ടുതോട ഇവിടെ നമ്മളെ മുഖാന്ന് നമ്മളെ കണ്ണാന്ന് നമുക്കതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ വളയൊക്കെ തൊട്ട് നോക്കിയിട്ട് ഇതിന്റെ കളറ് ടീച്ചർക്ക് അറിയാം. ഇതൊക്കെ എങ്ങനെയാ മെമ്മറിയിൽ വെക്കുന്നത്? ഇത് പച്ച വളയാണ്. ഇത് രണ്ടും എല്ലാം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഞാൻ ജെമിനിയോട് ചോദിക്കലുണ്ട്. പക്ഷെ ഷേപ്പ് വ്യത്യാസമാണെങ്കിൽ കളർ ഓർത്ത് വെക്കും ഓരോന്നോ. ഇത് ഞാൻ ചിലപ്പോ ഇപ്പൊ ഇത് ഏതിനിട്ടെന്ന് ഓർമ്മയില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ മെറൂൺ ആണെങ്കിൽ അതിന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും, മറ്റത് വെറുതെ വെക്കും. രണ്ടും ഒരേ ഷേപ്പ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കും ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഓർമ്മ കൂടുതലായിരിക്കും ഈ ഒരു എല്ലാം ഓർമ്മയിൽ തന്നെ പോകുന്നതാണ്. അത് എത്ര കാലം സ്റ്റോറേജ് തീരുമോന്നറിയില്ല. തീർച്ചയായും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാൻ ഇഷ്ടം. ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് കാണുന്നില്ല, ഈ പറയുന്ന പോലെ ചുറ്റുപാടും തന്നെയാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന്. കാരണം ചിലവർക്ക് കാണുന്നവർ പോലും വിട്ട് കുറച്ച് ഓവറായി പോവാറുണ്ട്. പക്ഷെ ഇത് മേക്കപ്പ് ആണെങ്കിലും ഈ ആക്സസറീസ് ആണെങ്കിലും എല്ലാം പക്കയാണ്. അത് വലിയ സന്തോഷമാണ് അങ്ങനെ കാണുമ്പോ. ഈ 3 ആൺകുട്ടികളാണ് വീട്ടിലെന്ന് പറഞ്ഞു. അപ്പം അവരുടെ ഒരു ആഗ്രഹം കൂടി, ഒരു പെങ്ങളുടെ ആഗ്രഹം ഒക്കെ നടത്തുന്നത് അതന്നെ ഞാൻ പറഞ്ഞേ. അവരിപ്പോ പെൺകുട്ടികളാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടി ചിലപ്പോ ഇത് കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും അവർക്കും അഭിപ്രായമുണ്ട്, അവരുടെ താല്പര്യം കൂടി അതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഇത് മോനാണ് സെലക്ട് ചെയ്തേ. അപ്പൊ അതുപോലെ പിന്നെ അവരുടെ ഒരു പിന്നെ സൗന്ദര്യ സങ്കല്പം കൂടി എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാം കമ്മലെല്ലാം വാങ്ങിക്കൊണ്ടക്കും കുറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ അതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചറിയുന്നത് ഒന്ന് ഇതിനെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചരട് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ 2 മാലയുണ്ടല്ലോ, ഇത് ഒരേപോലത്തെ ചരടുവാന്ന്, ഒരേപോലത്തെ മുത്തുവാന്ന്. അപ്പൊ ഞാൻ ഒന്നിനും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അപ്പൊ ഇത് പച്ചമാല, അതുപോലെ ഇത് ഒരു മെറൂണ് ടൈപ്പ് മാല. മെറൂണോ ചുവപ്പല്ല ആയിക്കോട്ടെ, എന്തെങ്കിലും ആയി. അപ്പൊ പിന്നെ അങ്ങനെ തിരിച്ചറിയും കേട്ടോ. ഇതുപോലെ ഇനി ഒരു 5-6 കിട്ടിയാലും ഞാൻ എന്തെങ്കിലും മാർഗം വെച്ചിട്ട് അതിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഇത് ഈ വളയുണ്ടല്ലോ, ഈ വളയില്
ഈ വളയും ഈ ഞാൻ ഇട്ടിട്ടുള്ള വളയും ഏകദേശം ഒരേപോലെയാണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയുന്നുണ്ടോ? പക്ഷെ ഞാൻ ഇത് പിന്നെ ഇത് ഇടുമ്പോൾ എടുത്തു വെക്കൂട്ടെ. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു പിങ്ക് റോസ്, ഈ വളം അങ്ങനത്തെ സാരിക്കാണ് ഞാൻ അധികം ഇടല്, പിങ്ക് സാരിക്ക്. പിന്നെ ഇതാണെങ്കിൽ ഒരു പച്ചയും ചുവപ്പും പിന്നെ ഇടയിൽ ഒരു സിൽവറെല്ലാം ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അതെ. പിന്നെ ഇതിലാണെങ്കിൽ ഞാൻ മഴവില്ലിന്റെ ലാസ്റ്റ് നിറം ഓർത്ത് വെക്കും. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് അങ്ങനെയുള്ള ഏകദേശം എല്ലാവരും ഇടാൻ പറ്റുന്നത്. പിന്നെ ഇത് റോസ് സാരി ഉണ്ട് എനിക്ക്, അത് ഞാൻ എഴുതുന്നത് റോസും വെള്ളയും. അപ്പൊ നമ്മൾ പറഞ്ഞ ടീച്ചറിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് സിസ്റ്റമായ ഉണ്ണിയേട്ടനാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. ഉണ്ണിയേട്ടനും ടീച്ചറും കൂടിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളി, ചിരിയും പാട്ടും തമാശകളും ഒക്കെയാണ് അല്ലെ? തല്ലുണ്ട്. തല്ലുണ്ട്. അത് നമ്മൾ അറിയാത്തതാണ്. അറിയാത്ത അതെ, ഇതിന്റെ പിന്നില് തിരിശീലക്ക് പിന്നില് 1-ന് 3 എന്നുള്ള നിലയിലാണ് തല്ലുകൂടല്. ലോകത്തിലുണ്ടെ പിറ്റേന്ന് തല്ലുകൂടും. രണ്ട് തല്ലും ഒരു രണ്ട് തല്ലും തമ്മിലുള്ള ഒരു സ്നേഹ നിമിഷത്തിൽ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടും കൂടി പാടും. ഞാൻ മാറിയെന്നേക്കാം, ടീച്ചർ പാടിക്കും. ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി, കാളിയ മർദ്ദന നർത്തനമാടിയ കമനീയാങ്കൻ വരുമോ തോഴി. ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരൻ വരുമോ. ആണ് കട്ട് ചെയ്തോട്ടോ അത്. ഇല്ല അത് കട്ടിയില്ല. നന്നായില്ലേം കട്ടിയായിരുന്നു, പക്ഷെ കട്ടിയില്ല. ടീച്ചറുടെ സ്കൂള് പഠിപ്പിക്കുന്ന കുട്ടികള്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ടീച്ചർ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യത്തിലൊക്കെ? സ്കൂള് പിന്നെ എനിക്ക് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇതുപോലത്തെ നമ്മളെ ഡ്രസ്സ് അല്ലെങ്കിൽ ഓർണമെന്റ്സ് എല്ലാം സെലക്ട് ചെയ്യാനോ അങ്ങനത്തെ, അല്ലെങ്കിൽ പുതിയ ഫാഷനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനോ എല്ലാം. പിന്നെ അതുപോലെ ഞങ്ങൾ ടൂറ് പോകും. ചിലപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട്, ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പോകും. ഇപ്പൊ കഴിഞ്ഞല്ല ജനുവരിയിൽ ഞങ്ങള് കൊടജാദ്രി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് 3-4 പേര് കൂടിയിട്ട്. കൊടജാദ്രി എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടല്ലേ, പക്ഷെ അവരെന്നെ ആവും അവരെന്നെ പറഞ്ഞതാണ് എന്നോട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാനാവും ഇല്ലാന്നുള്ളത് അവർക്കറിയാം. എന്നെ അതായത് അവരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒപ്പം തന്നെ കൊണ്ടുപോകും. എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലം ഏത്, അല്ലാത്ത സ്ഥലം ഏത് എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അങ്ങനെ അവരുടെ താല്പര്യത്തിൽ തന്നെയാണ് എന്നെ കൂട്ടി പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതിലൊരു ഇതില്ലല്ലോ. അപ്പൊ അവരെന്നെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ കുട്ടികളൊരു 65-66 കുട്ടികളുണ്ട്. അപ്പൊ ഈ അറിയോന്നല്ല, ഈ പഴയ ഒരു പ്രീ ഡിഗ്രി കാലം ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് ഈ +2 കുട്ടികൾക്ക്. ഇപ്പൊ കുട്ടികളെ ഭാഗത്തുനിന്ന് നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ ഏറ്റവും എന്തെങ്കിലും കച്ചറയാക്കുന്ന കുട്ടിയായിരിക്കും ടീച്ചറെ ഞാൻ കൈപിടിക്കാന്നും പറഞ്ഞിട്ട് വരുന്നു. ഇപ്പം ടീച്ചറിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം തന്നെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്നതും വീട്ടിലേത്തെ ഒരു വീഡിയോകളാണല്ലോ. അതെ. അവിടെ ടീച്ചർ ഇത്രയും വർഷമായിട്ട് നടന്ന ഒരു വഴിയൊക്കെ ആയതുകൊണ്ട് ഒട്ടും നമുക്ക് മനസ്സിലാവേയില്ല ടീച്ചർക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കും പലരും കമന്റിൽ ദേഷ്യമൊക്കെ കാണുന്നില്ലേ, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്കൂളിലൊന്നും പോണ്ട, എന്റെ സ്റ്റെപ്പ് ഇറങ്ങിയാലും ഞാൻ ആർക്കും എല്ലാവർക്കും വേഗം മനസ്സിലായി. കാരണം ഞാൻ പിന്നെ ഒന്ന് ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് കുറച്ച് ബാലൻസിൽ നടക്കാം. പക്ഷെ പിന്നെ അല്ലാണ്ട് എനിക്ക് ഒട്ടും ആവൂല. മൊബിലിറ്റി തീരെ ഇല്ലാത്ത ആളാണ് ഞാൻ. ഒരു പരിധിവരെ വീട്ടുകാരും എന്താണ് സ്റ്റിക്ക് അല്ലാതെ നടക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ അവർക്കാർക്കും വലിയ താല്പര്യം ഇല്ല. എന്നാലും ഞാൻ ഇടക്കെല്ലാം ഉപയോഗിക്കും. ഇല്ല, അവർക്ക് അങ്ങനെ ടീച്ചർ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇഷ്ടമല്ല, നമ്മളത് ആ ഒരു രീതിയിലല്ല കാണേണ്ടത്. അതിപ്പോ എനിക്കിപ്പോ ഒരു പക്ഷെ എന്റെ കൂടെ ഇപ്പൊ ആളുണ്ട്, ഈ ഇല്ലാത്തവരത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കൂടല്ലോ. ഇപ്പൊ വീട്ടിലൊരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരാള് വാക്കിംഗ് സ്റ്റിക്ക് എടുത്തിട്ട് നടക്കുമ്പോ, അതും വീട്ടിലുള്ള ഒരാൾ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് നടക്കുമ്പോ മാത്രമായിരിക്കും അവിടെ ആ ഒരു ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരേണ്ടത്. അല്ലാതെ അത് പാവം അതിന് ആളില്ലാത്തോണ്ട് സ്റ്റിക്ക് ഉപയോഗിക്കുന്നില്ലേ, അതല്ല വരേണ്ടത്. അല്ല നമ്മൾ നേരത്തെ ഇതുപോലൊരു
പഠനം ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു ഈ സ്റ്റിക്കിനെ ശരിക്കും ബഹുമാനിക്കാൻ മറ്റുള്ളവർ പഠിക്കണം. പഠിക്കണം. റോഡ് സൈഡിലൂടെ പോവാണെങ്കിൽ ഈ സ്റ്റിക്ക് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്തി തരണം എന്നാണ്. അതെ, അതങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് അറിവ് ഇല്ല, കുറവാണ്. അല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു. എന്റെ വീട്ടിലെ ആറ്റിറ്റ്യൂഡ് അടക്കം ശരിയല്ല എന്നാ ഞാൻ അവരോട് പറയുന്നത്. അവർക്ക് ഞാൻ പോകുന്നത് കാണാൻ സഹിക്കാൻ പറ്റണം അവർക്ക്. അപ്പൊ മാത്രമേ അവരും ആ ഇതിലേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സ്കൂളിൽ ഇപ്പൊ നമുക്ക് നോട്ട്സ് ഒക്കെ തയ്യാറാക്കാനുണ്ടാവും, വീട്ടിലിങ്ങനെ ജോലികളുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി പിന്നെ സോഷ്യൽ മീഡിയയുടെ പണി നമുക്ക് അറിയാം. വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പണി എടുക്കുന്നത് വീഡിയോ എടുക്കണമെങ്കിൽ അത് ഇരട്ടി പണിയായിരിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അത് മാനേജ് ചെയ്യുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പഴയ പോലെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് ഇപ്പൊ. പക്ഷെ മുമ്പെല്ലാം ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയന്റെ അല്ല. ഞാനൊരു പ്രൈമറിയിലെല്ലാം പഠിപ്പിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ, കുട്ടികൾ ചെറുത്, ഞാൻ അതിന്റെ കല്യാണം കഴിഞ്ഞ് മക്കള്, അതിന്റെ എല്ലാം ഇടയിലാണ് പഠനവും ജോലിയും ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ആ ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഞാൻ ഒരു വീട്ടില് സഹായത്തിന് ഒരു പെണ്ണുങ്ങളൊരു 3 ദിവസം വരും ആഴ്ചയിൽ. അപ്പൊ അവര് ഈ മുമ്പെല്ലാം ഈ മുറ്റടിച്ചു വാരുന്നതും എല്ലാം ഞാൻ തന്നെ ചെയ്യും. തുണി കഴുകാൻ പോവലും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം. പണ്ടെല്ലാം അതൊരു ഭയങ്കര പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് പുറത്തുനിന്ന് അലക്കുന്നതാണ് അഭിമാനം. വാഷിംഗ് മെഷീനിൽ അലക്കിയ മോശാന്ന് നല്ല ഒരു നമ്മളെ പഴയ സ്ത്രീ സങ്കല്പത്തിലേക്കെല്ലാം പോവാൻ ആഗ്രഹിച്ചതിൽ അതെല്ലാം മാറ്റി. കുറച്ചുകൂടി നമ്മള് പുതുമയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെ അതെ, എനിക്ക് എന്റെ പിന്നെ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ട് ഇപ്പൊ. അതായത് ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം അങ്ങനെ ഇതല്ലേ, ഇടയ്ക്ക് മാത്രമേ പിന്നെ വീഡിയോ എല്ലാം അങ്ങനെ എടുക്കലും എല്ലാം വളരെ കുറവാണ്. പിന്നെ അതിന്റെ കമന്റ് എല്ലാം ഞാൻ എല്ലാ കമന്റും വായിക്കും ഏകദേശം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചെയ്തുകൊണ്ടിരിക്കാൻ? വായന ഇഷ്ടമാണ്. വായന ഇഷ്ടമാണ്. എങ്ങനെ വായിക്കുന്നത്? ശരിക്കും ബ്രെയിൻ ലിപിയിലുള്ളതാണോ? അല്ല, ഓഡിയോ ബുക്സ് ഉണ്ട്. എല്ലാം പത്രവും എല്ലാം ഓഡിയോ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് കേൾക്കാനും അങ്ങനെയാണ് ഇഷ്ടം. വായനയാണ് ഏറ്റവും ഇഷ്ടം. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. എക്സസൈസ് എല്ലാം ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വീഡിയോ കേൾക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അങ്ങനെയെല്ലാം. ചെറുപ്പം മുതലേ വായന തന്നെയായിരുന്നോ കൂടുതൽ ഇഷ്ടം? ചെറുപ്പം മുതൽ വായന ഇഷ്ടമായിരുന്നെങ്കിലും അങ്ങനെ വായിക്കാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു 10-15 വർഷമായിട്ടാണ് ഓഡിയോ ബുക്സ് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു 5-6 വർഷത്തിനുള്ളിലാണ് എല്ലാ രീതിയിലുള്ള പുസ്തകങ്ങളും നമുക്ക് കിട്ടാൻ തുടങ്ങിയത് ഓഡിയോയില്. ടീച്ചർ നേരത്തെ പറഞ്ഞു കണ്ണ് കാണുന്നില്ല എന്ന് മാത്രമല്ല ഒരു പെണ്ണുമാണ്. അപ്പൊ എനിക്ക് അപ്പൊ അങ്ങനെയുള്ളടത്ത് സ്വന്തമായിട്ടൊരു ജോലി വേണം, ഒരു സ്വന്തം കാലം നിൽക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് ടീച്ചർക്ക് തന്നെയാണോ അല്ല അച്ഛനും അമ്മക്ക് അല്ല, എനിക്കല്ല. ആ തോന്നൽ ആദ്യം വന്നത് അച്ഛനെയാണ്. അച്ഛനെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേ അച്ഛൻ പറയും TTCക്ക് പോകണം. അപ്പൊ പ്രീ ഡിഗ്രിക്കാണെങ്കിൽ നല്ല മാർക്ക് കിട്ടിയപ്പോ എനിക്ക് അതിനപ്പുറം പോവാന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞല്ല, നീ ഇപ്പൊ TTC കഴിഞ്ഞിട്ട് ജോലിയായിട്ട് പിന്നെ പഠിച്ചോന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എല്ലാ സപ്പോർട്ടും തന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ഡിഗ്രി PG B.Ed സെറ്റ് എല്ലാം അതിന് ശേഷമാണ് PSC ഹയർ സെക്കൻഡറിയിൽ PSC എല്ലാം എഴുതിയത്. ഈ മക്കളെല്ലാം ചെറുതാവുന്ന സമയത്താണ്, ഇരട്ട കുട്ടികളാണ് രണ്ടാമത്തവര്. അതിന്റെ ഇടയിലാണ് അവര് സപ്പോർട്ടും ഉണ്ട്, അച്ഛന്റെയും അമ്മേന്റെ എല്ലാം സപ്പോർട്ടും ഉണ്ട്. പിന്നെ വായിക്കാനെല്ലാം അന്ന് ഓഡിയോ ബുക്സ് എല്ലാം ആക്കി തരല അച്ഛനാണ്. അച്ഛനും റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെയല്ലാന്ന് ഈ കാസറ്റില്, പണ്ടത്തെ പഴയ കാസറ്റില് റെക്കോർഡ് ചെയ്തിട്ട്. അതെ, അങ്ങനെ ഒരു മെനക്കേട് പിറകിലുണ്ട്. അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുമായിരുന്നു. അച്ഛൻ റിട്ടയർഡ് HM ആണ് പ്രൈമറിയില്. അമ്മ അംഗൻവാടിയിലായിരുന്നു. പിന്നെ കുറെ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പിന്നെ മക്കളെ നോക്കാൻ ആളില്ലല്ലോ. പിന്നെ അമ്മ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. സിബ്ലിങ്സ് ഏട്ടനുണ്ട്, പിന്നെ ഒരനിയത്തി. 3 മക്കൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? എന്റെ മക്കള് മൂത്തയാള് MBA എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പൊ ഇങ്ങനെ എക്സാമിനെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്ന്. പിന്നെ മറ്റേ ട്വിൻസിൽ ഒരാള് പിന്നെ ഇന്റഗ്രേറ്റഡ് MCOM ഇപ്പൊ പിന്നെ 3rd സെമ്മിലേക്ക് ഇനി പോകുന്നത്. പിന്നെ മറ്റേ ആള് ഡിഗ്രി കഴിഞ്ഞിട്ട് ARF ഈ നെടുമ്പാശ്ശേരി ഇതിലുണ്ടല്ലോ സിയാലില് ARF കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ റിസൾട്ടിന് കാത്തിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ കാണുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ടീച്ചർ. റിയലും പറയുന്നുണ്ടെങ്കിൽ അല്ല, റിയലും ഒന്നല്ല ആണെങ്കിൽ പോലും നമ്മുടെ കാഴ്ചയിൽ എങ്ങനെയാണ്. പക്ഷെ ടീച്ചറുടെ ഉള്ളില് അങ്ങനെ ഇനിയും ഫുൾഫിൽ ചെയ്യാനുണ്ട് അത്രേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തെന്നറിയോ, നമ്മള് റിയലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീല് കാണുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടേക്ക് എത്തി. ഇപ്പൊ ഞാൻ ഈസിയില്ല. അടുക്കളേന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എല്ലാം നിങ്ങൾ കാണുന്ന അതേ
ചിലപ്പോൾ അതിനേക്കാൾ ഈസിയിലാ ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഈസിയിൽ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടേക്ക് എത്തിയത് പിന്നെ ഒരുപാട് കഷ്ടപ്പാടിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യവും നമുക്ക് വീട്ടില് നമ്മളെ ആ മാനസിക സമ്മർദ്ദം വീട്ടിൽ അറിയിക്കാൻ പറ്റൂല. പല കാര്യവും എന്തുകൊണ്ട് പറഞ്ഞാല് കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ഏത് പരിമിതിനെയും സമൂഹത്തിൽ നമുക്ക് അറിയിക്കല് എന്ന് പറഞ്ഞാല് അത് എങ്ങനെ അതിനെ ഹൈഡ് ചെയ്യണം എന്നുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഇടത്തേക്ക് ഇന്നിപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടല്ലേ, ഓരോ അവസ്ഥയും അവരനുഭവിക്കുന്നതും അവരെ പൊളിറ്റിക്സും ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഇതല്ല, ഇത് എങ്ങനെ നമുക്ക് കാണുന്നില്ല, കുറച്ച് കാണുന്നുണ്ട് എന്ന് വരുത്തിക്കാനാണ് ആക്ട് ചെയ്തങ്ങ് മുന്നോട്ട് ആക്ട് ചെയ്തിട്ട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണത്, വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ആ എഫേർട്ട് ഞാൻ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മുറ്റം അടിക്കുമ്പോ എനിക്ക് സംശയം ആരെങ്കിലും നോക്കുന്നുണ്ടോ, ഞാൻ അടിക്കുമ്പോ വൃത്തിയാവാത്തത് കാണുന്നുണ്ടോ, അപ്പൊ ഞാൻ ഈ ചെരുപ്പ് ഊരി ഇങ്ങനെ ചെരിച്ച് ചൂലെല്ലാം ഇങ്ങനെ ചെരിച്ച് വെച്ച് അടിച്ച് വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ എന്റെ വിചാരം എന്താ, ഇത് ഞാൻ ചെയ്യുന്നുണ്ടെന്നില്ല അഭിമാനത്തിനേക്കാളും കൂടുതൽ എന്താന്ന്, ഇത് മറ്റവര് ഞാൻ വൃത്തിയാവാത്തത് അവര് ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ കുറ്റം പറയോ എന്നുള്ളതാണ് എന്റെ. അപ്പൊ ടീച്ചറുടെ ഒരു ഇനിയുള്ളവർക്ക് ഒരു ഉപദേശം തന്നെ, മറ്റുള്ളവർ എന്ത് പറയുമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം വേണ്ട അല്ല. പക്ഷെ അത് ശരിയാണ്, മറ്റുള്ളവർ എന്ത് പറയാന്ന് പറഞ്ഞ് നമ്മളെ ജീവിതം കളയണ്ട. പക്ഷെ നമുക്കൊരു പരിമിതി ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റൂല. പക്ഷെ അവിടെ നമുക്ക് മുന്നോട്ട് പോകണം, അതവിടെ നിൽക്കട്ടെ. ആ ലെവലിൽ നിന്നുകൊണ്ട് മാറ്റാൻ പറ്റാത്തത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്യും. വീഴുന്നത് നമ്മുടെ തെറ്റല്ല, എഴുന്നേൽക്കണം. അതന്നെ, അത് ഈ പറഞ്ഞ പോലെ ആരാ പറഞ്ഞത്, നമ്മളെ പിന്നെ നടക്കാൻ പറ്റില്ലെങ്കിൽ ഓടണം എന്ന്, അതുമാതിരി ഓടാൻ പറ്റില്ലെങ്കിൽ എഴയണം എന്ന് പറഞ്ഞില്ലേ. തീർച്ചയായിട്ടും മാക്സിമം ചെയ്യും. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഇത്രയും നേരം എനിക്ക് ഞാൻ എന്താ ഒരു ഗുരുമുഖത്തുനിന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുന്ന പോലെയാ കേട്ടത്. വലിയ സന്തോഷം. ഇനിയും ഒരുപാട് സ്നേഹം, സന്തോഷം.